നന്ദിനിക്കുട്ടി നന്ദിനിക്കുട്ടി കണ്ണടച്ചോണ്ട് കൈ നീട്ടാൻ ഒരു സൂത്രം കാണിച്ചു തരാം. എന്ത് സൂത്ര? കൈ നീട്ട്. ഇനി കണ്ണു തുറന്നു നോക്കിയേ. 50 രൂപയുണ്ടല്ലോ. ഇതെവിടുന്ന? നന്ദിനിക്കുട്ടി അല്ലേ പറഞ്ഞേ പണിയെടുത്ത കൂലി ചോദിച്ചു മേടിക്കണെന്ന്. ഇപ്പൊ സന്തോഷായോ? അസലായടാ. 50 അല്ല, ഇനി 100 ചോദിക്കണം. 100 അല്ല, ഇനി 90 ചോദിക്കും. ഇനി വേറൊരു കൂട്ടും കൂടി ഉണ്ട്. ഇതെന്തിനാ? കൊച്ചിന് കളിക്കാനാ. കൊച്ചെപ്പോഴാ പറഞ്ഞത് നന്ദിനിക്കുട്ടി? മാതേടത്തി പറഞ്ഞല്ലോ കുട്ടൻ ഉടനെ കൊച്ചിന്റെ അച്ഛനാവുമെന്ന്. ആ കൊച്ചു നമുക്ക് വേണ്ട. അത് ചെകുത്താന്റെ കൊച്ചാ. അന്ന് എവിടെയെങ്കിലും പോട്ടെ. പക്ഷെ നാളെ വന്ന പോലെ വലിയ മുതലാളി ഇനിയും വന്നു കൊച്ചിന് ചോദിക്കുന്നു. കുട്ടന്റെ പേടി. ഇനി വന്ന ആരായാലും അടിച്ചോടിക്കണം. അയ്യോ, കുട്ടന് പേടിയാ. വലിയ മുതലാളിന് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ കൊച്ചു മുതലാളി വന്ന് കുട്ടനെ തല്ലിക്കൊല്ലും. പേടിക്കണ്ടടാ. അടിച്ചാൽ തിരിച്ചടിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഗോവിന്ദ മാമയ്ക്ക് അടിക്കാറിയോ? അറിയാമോന്നോ? ആയ കാലത്ത് കുറെ അടുതടയും കളരിയും ഒക്കെ പഠിച്ചതാ ഞാൻ. ഭൂമിയില് 2 കാലും ഇങ്ങനെ ഉറപ്പിച്ചു വെക്കണം. പിന്നെ വലതു മാറി ഇടതു മാറി ഇടം തിരിഞ്ഞ് ഇരുന്നമർന്ന് ഉയർന്നു ചാടി ഇങ്ങനെ നെഞ്ചിന് കീഴെ ഇതുപോലൊരു ചവിട്ട് കൊടുത്താൽ ശേഖരനല്ല അവന്റെ അപ്പൂപ്പന്റെ കണക്ക് തീരും. കാണാൻ നല്ല രസല്ലേ? എന്താ നീ ഇത് കാണിച്ചേ? ഞാൻ കാണിച്ചേ. ഞാൻ മാറിക്കോളാം. ഇങ്ങനെ 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 ഇങ്ങനെ